രാജ്യത്തിന്റെ മുഴുവൻ പ്രാർത്ഥനകൾ സഫലമാക്കി ധീര സൈനികൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ജന്മനാട്ടിൽ വൈകിട്ട് 4:30 വാഗ അതിർത്തിയിലെത്തിച്ച അഭിനന്ദനെ 5:25 ഇന്ത്യക്ക് കൈമാറി. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. നൂറുകണക്കിന് ആളുകളാണ് അഭിനന്ദനെ കാണാൻ അതിർത്തിയിലെത്തിയത്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ പൊതുജനങ്ങൾക്ക് അതിർത്തിയിലേക്ക് പ്രവേശനം അനുവദിച്ചില്ല. ഡൽഹിയിൽ നിന്നും യമുണ്ണികൃഷ്ണനും ന്യൂസ് ഡെസ്കിൽ നിന്ന് TJ ശ്രീലാലും ചേരുന്നു. ആദ്യം ഉണ്ണിയിലേക്ക് പോയാൽ ഉണ്ണി, ഇപ്പോൾ അരമണിക്കൂർ പിന്നിടുന്നു അഭിനന്ദൻ വാഗ അതിർത്തിയിൽ എത്തിയിട്ട്. നടപടിക്രമങ്ങൾ ഇപ്പോൾ എന്താണ് പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, 5:20 കൃത്യം അഭിനന്ദൻ ഇന്ത്യൻ മണ്ണിൽ കാൽ ചുവട്ടിയത്. ഇന്ത്യൻ പോസ്റ്റിന് സമീപത്താണ് ഇപ്പോൾ അഭിനന്ദൻ ഉള്ളത്. അവിടെ നിന്നും പുറത്തേക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇറങ്ങാം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അകത്തു നിന്നുള്ള ചില സുരക്ഷാ വാഹനങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അഭിനന്ദനെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചത് 2 എയർ വൈസ് മാർഷൽമാരാണ്. എയർ വൈസ് മാർഷൽ RGK കപൂറും പ്രഭാകരും ചേർന്നാണ് അഭിനന്ദനെ സ്വീകരിച്ചത്. അഭിനന്ദനെ നേരത്തെ ഇസ്ലാമാബാദിൽ നിന്നും ലാഹോറിലേക്ക് എത്തിച്ചു. ലാഹോറിൽ നിന്നും വാഹന അകമ്പടിയോടുകൂടി പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ റോഡിലൂടെയാണ് ഇന്ത്യൻ പോസ്റ്റിന് സമീപത്തേക്ക് കൊണ്ടുവന്നത്, വാഗ അതിർത്തിയിലേക്ക്. അവിടെ പാകിസ്ഥാന്റെ കസ്റ്റംസ് നടപടികൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. മാത്രമല്ല റെഡ് ക്രോസിന്റെ പരിശോധനകൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. ആ രീതിയിലുള്ള നടപടികൾ പൂർത്തിയാക്കി റെഡ് ക്രോസിന്റെ വൈദ്യ പരിശോധനാ സംഘം അഭിനന്ദനെ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയ്ക്ക് മോശം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയിരുന്നു. അതിനുശേഷമാണ് 5:20 ഇന്ത്യൻ ഭാഗത്തേക്ക് അഭിനന്ദനെ കൈമാറിയത്. ഏതായാലും അഭിനന്ദനൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോൾ വാഗ അതിർത്തിയിലുണ്ട്, ഇന്ത്യൻ ഭാഗത്തുണ്ട്. അവർ ഏത് നിമിഷം വേണമെങ്കിലും പുറത്തിറങ്ങാം. പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് ലഭിക്കുന്ന വിവരം. അഭിനന്ദനും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഒരു വിശദമായ വാർത്താ സമ്മേളനത്തിലുള്ള സാധ്യതയൊന്നുമുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം വിശദമായ വാർത്താ സമ്മേളനത്തിലുള്ള ഒരു സ്ഥലം കൂടിയല്ലല്ലോ അത്. ആ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല. എങ്കിലും അഭിനന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാധ്യമങ്ങളുടെ വലിയ സന്നാഹം അവിടെയുണ്ട്. മാത്രമല്ല നൂറുകണക്കിന് ആൾക്കാർ, വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആൾക്കാർ അവിടെ രാവിലെ മുതൽ തന്നെ അഭിനന്ദനെ കാണാനായി കാത്തിരിക്കുകയാണ്. ദേശീയ പതാക ഉയർത്തിപ്പാറിച്ചുകൊണ്ട് പലതരത്തിലുള്ള ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടൊക്കെ അവരവിടെ കാത്തിരിക്കുകയാണ്. അഭിമാനിയായ ധീരയോദ്ധാവിനെ അഭിവാദ്യങ്ങൾ മുഴക്കുന്നതിനായി ആ രീതിയിലുള്ള കാത്തിരിപ്പും തുടരുന്നു. എല്ലാവരുടെയും കാത്തിരിപ്പ് തുടരുമ്പോൾ അല്പസമയത്തിനകം തന്നെ അഭിനന്ദനും ഉന്നത വ്യോമസേന ഉദ്യോഗസ്ഥരും പുറത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര വിജയം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. പാകിസ്ഥാന്റെ ഔദാര്യമല്ല, മറിച്ച് ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള നടപടികൾ പാലിച്ചാണ് പൈലറ്റിനെ വിട്ട് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഇനി ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. ഇവിടെ നിന്നും അമൃത്സറിലേക്ക് എത്തിയതിനു ശേഷം അമൃത്സറിൽ നിന്നും പ്രത്യേക വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് കൊണ്ടുവരിക. അമൃത്സർ വിമാനത്താവളത്തിൽ തന്നെ അഭിനന്ദന്റെ മാതാപിതാക്കൾ എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അവർ ഒരുപക്ഷെ അഭിനന്ദുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിനുശേഷം അവരും ഈ പ്രത്യേക വിമാനത്തിൽ വരുമോ എന്ന കാര്യം അറിയില്ല. ഡൽഹിയിൽ എത്തിയതിനു ശേഷം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ അഭിനന്ദനോട് പാകിസ്ഥാനിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഡീബ്രീഫിംഗ് നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഡൽഹിയിൽ എത്തിയതിനു ശേഷം വ്യോമസേന ആസ്ഥാനത്ത് വച്ചായിരിക്കും നടക്കുക. വ്യോമസേന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായിരിക്കും അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ചോദിച്ചറിയുക. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ദേഹോപദ്രവം ഉണ്ടായിട്ടുണ്ടോ, മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ, ജനീവ കൺവെൻഷൻ ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ച് അറിയേണ്ടതായുള്ളത്. അതിനുശേഷം വേണമെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോയും റോയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തെക്കുറിച്ച് തന്നെയായിരിക്കും അതിലും പരിശോധനകൾ നടക്കുക. അതിനുശേഷമായിരിക്കും വിശദമായ വൈദ്യ പരിശോധനയ്ക്കായി അദ്ദേഹത്തെ വിധേയനാക്കുക. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ചോർത്താനുള്ള ബഗ്ഗുകളോ മറ്റോ ശരീരത്തിൽ വെച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ആ വൈദ്യപരിശോധനയിൽ ഉറപ്പാക്കുക. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും അദ്ദേഹത്തെ പൂർണ്ണമായും സ്വതന്ത്രനായി അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലുമോ പോകാനായി അനുവദിക്കുക. വാഗ അതിർത്തിയിൽ ഇപ്പോൾ കൂടിക്കാഴ്ചകളിലും ചർച്ചകളിലും മെഡിക്കൽ പരിശോധനകളിലുമൊക്കെയാണ് അഭിനന്ദ ഉള്ളത്. 5:20 വാഗ അതിർത്തിയിൽ എത്തിച്ചു. കനത്ത സുരക്ഷാ സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിൽ റെഡ് ക്രോസിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ത്യക്ക് കൈമാറിയത്. ശ്രീലാൽ, ഈ നടപടിക്രമങ്ങൾ ഈ വാർത്താ സമ്മേളനം അടക്കമുണ്ടാകും എന്ന് പറയുന്നു. അത്തരത്തിൽ കാര്യമായി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിവരിക്കുക അങ്ങനെ ഉണ്ടാകുമോ? അല്ലാതെ ഈ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ മാധ്യമങ്ങളെ കണ്ട് തൽക്കാലം കാര്യങ്ങൾ പറഞ്ഞു വെക്കുക അത്രയല്ലേ ഉണ്ടാവുള്ളൂ? അഭിനന്ദൻ അങ്ങനെ കൂടുതൽ ആ രീതിയിൽ മാധ്യമങ്ങളെ കാണുന്നൊരു സാഹചര്യം അത് സൃഷ്ടിക്കുമോ ഇന്ന്? രഞ്ജിത്ത്, കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അവിടെ കണ്ടത് ഒരു ഈ CRPFന്റെ ഒരു ഷീൽഡ് കൊണ്ട്, CRPFന്റെ നിറമുള്ള ഒരു ഷീൽഡ് കൊണ്ട് വയ്ക്കുന്നതാണ് കണ്ടത്. അതിന് പിന്നിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളെ കൈവീശി കാണിക്കുന്ന ഒരു സാഹചര്യം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഇനി അതല്ല, മാധ്യമങ്ങളെ കാണണമെങ്കിൽ ഈ AVMs 2 പേർ, ഒന്ന് RGK കപൂറും മറ്റൊന്ന് നമ്മുടെ ശ്രീകുമാരൻ പ്രഭാകരനും, ഈ രണ്ടിൽ ആരെങ്കിലും ഒരാൾ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഇവർ 2 പേരും മാധ്യമങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാം. ഒരു പക്ഷേ
പക്ഷേ ഈ എന്തെങ്കിലും ഒരു നല്ല വാർത്ത നമ്മുടെ വിംഗ് കമാൻഡർ പറഞ്ഞു എന്ന് വരാം. അതിനപ്പുറത്തേക്ക് വിശദമായൊരു വാർത്താ സമ്മേളനം അത് അസംഭവികമാണ്, അത് സാധ്യമല്ല താനും. കാരണം ആദ്യം തന്നെ എന്താണ് നടന്നതെന്നുള്ള കാര്യം അധികൃതർക്ക് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്. അത് ഒരു ഭാഗത്ത്. രണ്ട്, അങ്ങനെ ഒരു വലിയ ഒരു മാധ്യമ സമ്മേളനം നടത്തുന്നതിനുള്ള ഉച്ചഭാഷണികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഒന്നും എത്തിച്ചു കണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചോദിക്കൽ പറയലുകൾ ഉണ്ടാകും തോന്നുന്നില്ല. ഉണ്ടായാൽ തന്നെയും എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു നടപടിക്രമം മാത്രമാകും അവിടെ ഉണ്ടാകുക. കാരണം അവിടെ അധികം സമയം ചെലവഴിക്കാനും അത്ര വിശാലമായ ഒരു വാർത്താ സമ്മേളനം നടത്താനുമുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് എത്രയും വേഗം അമൃത്സറിൽ എത്തേണ്ടതുണ്ട്. അമൃത്സറിൽ നിന്നും അദ്ദേഹത്തെ വിംഗ് കമാൻഡറെയും കൂട്ടി ഇവർക്ക് ഡൽഹിയിൽ എത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞുള്ള മറ്റ് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെ വർദ്ധമാൻ്റെ നമ്മുടെ വിംഗ് കമാൻഡറിൻ്റെ ഒരു കുടുംബം അമൃത്സറിൽ കാത്തു നിൽക്കുന്നു. അവർ ഇവിടെ എത്തിയിട്ടുണ്ട്, വാഗയിൽ എത്തിയിട്ടുണ്ടെന്ന് ചില വാർത്തകളുണ്ടായിരുന്നെങ്കിൽ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. അതിനുള്ള സാധ്യതകൾ കുറവുമാണ്. അവർ കാത്തു നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക് മറ്റു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും മറ്റുമായുള്ള സമയം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയില്ല. പിന്നെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ അത്ര കൃത്യമായൊരു മറുപടി പറയാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഉണ്ടാകില്ല അദ്ദേഹത്തിന്. അങ്ങനെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ വേദിയിലേക്ക് തള്ളിവിടുക എളുപ്പമല്ല, ചെയ്യില്ല, അസാധ്യവുമാണ്, അത് ശരിയുമല്ല. ഉണ്ണിയൊപ്പം ഇന്ന് ഈ പറഞ്ഞതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർ വാഗാ അതിർത്തിയിലെത്തിയിരുന്നു അഭിനന്ദനെ സ്വീകരിക്കാനും മറ്റു കാര്യങ്ങൾക്കും. അവിടെ ബീറ്റിംഗ് റിട്രീറ്റ് റദ്ദാക്കിയ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ മുതൽ വാഗായിലെ ഒരു സാഹചര്യം എന്തായിരുന്നു? ഒപ്പം അഭിനന്ദനെ കൊണ്ടുവരുന്നത് പ്രമാണിച്ച് എന്തൊക്കെ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു? ഇനി നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? രഞ്ജിത്ത്, അതായത് രാവിലെ മുതൽ തന്നെ എപ്പോൾ അഭിനന്ദൻ എത്തുമെന്ന കാര്യത്തിലായിരുന്നു വലിയ ആകാംക്ഷ. 1 മണിയോടുകൂടി എത്തും അഭിനന്ദൻ എന്നായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന വിവരങ്ങൾ. പക്ഷേ 1 മണിക്ക് എത്തില്ല എന്ന് പാക് വിദേശകാര്യമന്ത്രി SM ഖുറേഷിയുടെ പാർലമെന്റിലെ പ്രസ്താവനയോടുകൂടി വ്യക്തമായി. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ കൈമാറൂ എന്നായിരുന്നു വന്നിരുന്ന സ്ഥിരീകരണം. അതോടുകൂടി തന്നെ അവിടെ കാത്തിരുന്ന നൂറുകണക്കിന് ആൾക്കാർ അല്പമെങ്കിലും നിരാശരായി. ആ സമയത്ത് എത്തില്ലല്ലോ എന്ന ഒരു പ്രതീക്ഷ തെറ്റിയതുകൊണ്ട് തന്നെ എങ്കിൽ കൂടിയും അവർ കാത്തിരിക്കുകയായിരുന്നു അഭിനന്ദന് വേണ്ടി. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സ്ത്രീകളും കുട്ടികളും യുവാക്കളും വയസ്സായ ആൾക്കാരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് അഭിനന്ദനെ കാണണം. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച വാർത്തകളിലും മറ്റും അറിഞ്ഞ അഭിനന്ദനെ നേരിട്ട് കണ്ട് അഭിവാദ്യം അർപ്പിക്കാനാണ് അവർ എത്തിയിരുന്നത്. കാരണം പാകിസ്ഥാന്റെ പിടിയിലായതിനു ശേഷവും വളരെ ദേശസ്നേഹം പുലർത്തുന്ന രീതിയിലാണ് അഭിനന്ദൻ അവിടെ ഇടപെടലുകൾ നടത്തിയിരുന്നത്. തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായി വന്ന ആൾക്കാരെ തുരത്തി മാറ്റാൻ ശ്രമിച്ചു. അതിനുശേഷം വളരെ നിർണായകമായ രഹസ്യരേഖകളടക്കം നശിപ്പിച്ചു കളയാനും മറ്റുമൊക്കെ അദ്ദേഹം ശ്രമിച്ചതിന്റെ വാർത്തകൾ വന്നതാണ്. ആ രീതിയിൽ ഉള്ള അഭിനന്ദനെ കാണാനായി ആൾക്കാർ എത്തുകയായിരുന്നു, ധീര യോദ്ധാവിനെ കണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നതിന്. ഏതായാലും അതിനുശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നടപടിക്രമങ്ങൾ ഏറെ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. ആ നടപടിക്രമങ്ങൾ രേഖകളൊക്കെ പൂർത്തിയാക്കാൻ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിലെ ഉപസ്ഥാനപതിയാണ് നേരിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. പിന്നീടാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് അഭിനന്ദനെ വിട്ടുകിട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. ഇസ്ലാമാബാദിൽ നിന്നും ലാഹോറിലേക്ക് എത്തിച്ചു. ലാഹോറിൽ നിന്ന് റോഡ് മാർഗമാണ് അഭിനന്ദനെ വാഗാ അതിർത്തിയിലേക്ക് കൊണ്ടുവന്നത്. വാഗാ അതിർത്തിയിൽ 4 മണിക്ക് ശേഷം 4 മണിയോടുകൂടി എത്തിയിരുന്നു. അതിനുശേഷം 4:20 നടപടിക്രമങ്ങൾ പൂർത്തിയായത്. റെഡ് ക്രോസിന്റെ വൈദ്യപരിശോധനാ സംഘം അദ്ദേഹത്തെ പരിശോധിച്ചിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നും ദേഹോപദ്രവമൊന്നും ഏറ്റിട്ടില്ലെന്ന് ഉറപ്പിക്കാനാണ് ഈ 3-ാം കക്ഷി പരിശോധന നടത്തിയിരുന്നത്. അതിനുശേഷം കൃത്യം 4:20 ഇന്ത്യക്ക് കൈമാറിയിരുന്നത്. അഭിനന്ദൻ ഇന്ത്യൻ മണ്ണിൽ കാൽ ചവിട്ടിയിരുന്നത്. 2 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരാണ് അഭിനന്ദനെ സ്വീകരിച്ചത്. 2 എയർ വൈസ് മാർഷൽമാർ അവർ സ്വീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അവിടെ തന്നെ അഭിനന്ദൻ തുടരുന്നത്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ തമ്പടിച്ചിരിക്കുന്ന ആൾക്കാർ അഭിനന്ദനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത്രമേൽ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇന്ന് വാഗാ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് സെറിമണി പോലും റദ്ദാക്കിക്കൊണ്ടാണ് അവിടെ അഭിനന്ദന് വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാധാരണ ബീറ്റിംഗ് റിട്രീറ്റ് സെറിമണി എല്ലാ ദിവസവും നടക്കുന്നതാണ്. പതാക ഉയർത്തി രാവിലെ പതാക വൈകിട്ട് അഴിച്ചുവയ്ക്കുന്ന ചടങ്ങ്, അത് വലിയ ദേശാഭിമാനമുള്ള വലിയ വികാരപരമായ ഒരു ചടങ്ങ് തന്നെയാണ്. ആ ചടങ്ങ് പോലും ഒഴിവാക്കിക്കൊണ്ടാണ് അഭിനന്ദൻ വരുന്നതിന്റെ ഭാഗമായി ആൾക്കാരുടെ തിക്കും തിരക്കും കാരണം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള സന്നാഹങ്ങൾ എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ നിന്നും അമൃത്സറിലേക്കുള്ള റോഡ് ഒഴിപ്പിച്ചുകൊണ്ട് വാഹന ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കർശന സുരക്ഷാ സന്നാഹങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അഭിനന്ദനെ അമൃത്സറിലേക്കും അവിടെ നിന്ന് ഡൽഹിക്കും കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. രഞ്ജിത്ത്, പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ പാക് സൈന്യം
ഇന്ത്യക്ക് കൈമാറി. അട്ടാരി വാഗ അതിർത്തിയിലേക്ക് അഭിനന്ദനെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നേരത്തെ പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അഭിനന്ദന്റെ മാതാപിതാക്കളും വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സ്വീകരിച്ചു. ഔദ്യോഗികമായി സ്വീകരിച്ച ശേഷം വിംഗ് കമാൻഡർ അഭിനന്ദനെ റോഡ് മാർഗം അമൃത്സറിലെത്തിയ ശേഷം ന്യൂഡൽഹിയിലേക്ക് വിമാനമാർഗം കൊണ്ടുവരുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. 5:22 അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യക്ക് പാക് സൈന്യം കൈമാറിയത്. അതിനു മുൻപ് വൈദ്യപരിശോധനയ്ക്കടക്കം വിധേയമാക്കിയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുന്നു അഭിനന്ദൻ ഇന്ത്യയെ കൈമാറിയിട്ട്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് എന്താണ് സംഭവിച്ചതെന്ന് എന്നുള്ള കാര്യം അറിയണം. ഒപ്പം സുരക്ഷാപരമായ ചില കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമാകും അദ്ദേഹത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക. വ്യോമസേനയുടെ വാർത്താ സമ്മേളനവുമുണ്ട് എന്ന് പറയുന്നു. എന്താണ് അതിൽ അവർ പറയുക, അഭിനന്ദൻ സംസാരിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. നേരത്തെ ശ്രീലാൽ പറഞ്ഞ പോലെ അത്ര പരിചിതമായ നടപടിക്രമങ്ങളല്ല ഇത്. വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. അതിൽ ചില ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉണ്ണി ഒരിക്കൽ കൂടി ദില്ലിയിൽ നിന്ന് ഉണ്ണി ചേരുന്നു. ഉണ്ണി, ഇപ്പോൾ എവിടെ വരെയായി കാര്യങ്ങൾ? നേരത്തെ ശ്രീലാൽ പറഞ്ഞ പോലെ വെളിച്ചമൊക്കെ മങ്ങുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അവിടെ. വിന്റർ സീസണാണ്. അതൊക്കെ അതിന് മുൻപ് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിച്ച് പുറത്തേക്ക് വരിക, അങ്ങനെയാണോ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്? രഞ്ജിത്ത്, അവിടെ എല്ലാ സന്നാഹങ്ങളും പുറത്ത് പൂർത്തിയായിട്ടുണ്ട്. അകത്ത് നടക്കുന്ന ചർച്ചകളുടെ വിവരമാണ് നമുക്ക് അറിയാത്തത്. അതുകൊണ്ടാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ആരായുകയാകാം അഭിനന്ദനോട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എന്ന കാര്യം. അത് പൂർത്തിയാകേണ്ടതുണ്ട്. അത് എപ്പോൾ പൂർത്തിയാകുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ വിശദമായ ഒരു ചോദ്യം ചെയ്യലും പരിശോധനകളും ഒക്കെ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അതിനു പുറമെ ഒരു പ്രാഥമികമായ വിവരശേഖരണമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അത് എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എങ്കിലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് വരുമെന്ന് തന്നെ വേണം കരുതാൻ. മഞ്ഞുകാലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കാഴ്ച അവിടെ പോയിട്ടുണ്ട്, ഇരുട്ട് വീണിട്ടുണ്ട്. എങ്കിലും അവിടെ വെളിച്ചങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അഭിനന്ദൻ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ഏതായാലും എപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയോടുകൂടി അവിടെ കാത്തിരിക്കുകയാണ് വലിയ ആൾക്കൂട്ടം. രാവിലെ മുതൽ തന്നെ അവിടെ ആൾക്കൂട്ടം അഭിനന്ദനെ ഒരു നോക്ക് കാണാനായി എത്തിയവരാണ്. അഭിനന്ദനെ അഭിവാദ്യം അർപ്പിക്കാനായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ആൾക്കാർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. കാരണം വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് സാധാരണ 5:30 മണിയോടുകൂടിയാണ് ആ ചടങ്ങ് നടക്കാറ്. പതാക അഴിച്ചു വയ്ക്കുന്ന ആ ചടങ്ങിൽ തന്നെ വലിയ രാജ്യസ്നേഹത്തിന്റെ മുദ്രാവാക്യങ്ങളൊക്കെ മുഴങ്ങുന്ന ആ ചടങ്ങാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ സന്ദർശകർ അവിടെ എത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ആ ചടങ്ങ് പോലും റദ്ദാക്കിക്കൊണ്ടുള്ള മുൻകരുതലും സുരക്ഷാ സന്നാഹങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അഭിനന്ദനെ സുരക്ഷിതനായി ഇവിടെ നിന്നും അമൃത്സറിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും കൊണ്ടുവരുന്നതിനായി അങ്ങനെ കൂടിയിരിക്കുന്ന ആൾക്കൂട്ടം പോലും കാത്തിരിക്കുകയാണ് എപ്പോൾ അഭിനന്ദൻ പുറത്തു വരുമെന്ന് അറിയാതെ. എങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ എത്തുമെന്ന പ്രതീക്ഷയോടെ വലിയ ജനക്കൂട്ടം കാത്തിരിക്കുകയാണ് അഭിനന്ദനെ ഒരു നോക്ക് കാണാൻ. ഇന്ത്യയുടെ വീരപുത്രന് സ്വന്തം മണ്ണിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകാൻ പാക് യുദ്ധവിമാനം തകർക്കുന്നതിനിടയിൽ പിടിയിലായ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യൻ മണ്ണിൽ തിരികെ എത്തിയെന്നാണ് ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവിടാനുള്ളത്. വാഗ അട്ടാരി അതിർത്തിയിൽ എയർ വൈസ് മാർഷൽമാരായ RG കപൂർ, ശ്രീകുമാർ പ്രഭാകർ എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തെ. മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥരും മാതാപിതാക്കളും ഒപ്പമുണ്ടായിരുന്നു. അഭിനന്ദനെ കാത്ത് ഇപ്പോഴും വൻ ജനാവലി അവിടെ തുടരുന്ന ഒരു സാഹചര്യം. ശ്രീലാൽ, ഇന്ത്യ കടുത്ത ഭാഷയിൽ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു അഭിനന്ദൻ എന്തെങ്കിലും സംഭവിച്ചാൽ, അരുതാത്തത് സംഭവിച്ചാൽ അതിന് കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും. നയതന്ത്രതലത്തിലും ഇന്ത്യ നീക്കം നടത്തി. 2 ദിവസം കൊണ്ട് തന്നെ പാകിസ്ഥാൻ അഭിനന്ദനെ കൈമാറാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത്ര പെട്ടെന്ന് ഈ ഒരു വിഷയം പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുമ്പുണ്ടായപ്പോഴും ഒരു യുദ്ധക്കുറ്റവാളി എന്ന രീതിയിൽ പിടിക്കപ്പെട്ട അഭിനന്ദനെ കൈമാറാനുള്ള തീരുമാനം അത് വലിയൊരു വിജയമായി തന്നെ നമുക്ക് കാണേണ്ട ഈ ഘട്ടത്തിൽ. രഞ്ജിത്ത്, യുദ്ധ കുറ്റവാളി എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ നമ്മൾ യുദ്ധ തടവുകാരൻ എന്നാണ് അതിൻ്റെ പ്രയോഗം. കാരണം അദ്ദേഹം കുറ്റവാളിയല്ല, ഏത് കുറ്റവാളിയെ നമ്മൾ അംഗീകരിക്കുന്നുമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നും ഇത് ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാവുന്നു. പാകിസ്ഥാൻ പറയുന്നത് പ്രവർത്തിക്കില്ല എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകുന്നു. പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ ഇത്ര വേഗത്തിൽ ഒരു തീരുമാനമെടുത്തത്. രാജ്യാന്തര
നയതന്ത്ര കരാറുകളും കൺവെൻഷനുകളും എല്ലാം ഉണ്ടെങ്കിലും അതൊന്നും പാകിസ്ഥാൻ അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ അതെല്ലാം പാകിസ്ഥാൻ പാലിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. പാകിസ്ഥാനെ അങ്ങനെ പാലിക്കാൻ ഇത്തരം കാര്യങ്ങളെല്ലാം പാലിക്കുന്ന ഒരു രാജ്യമായി നമ്മൾ കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് മേൽ ഉണ്ടായ സമ്മർദ്ദം തന്നെയാണ് ഇക്കാര്യത്തിൽ. അവിടെ ആ സമ്മർദ്ദം പാകിസ്ഥാന് മേൽ ആ സമ്മർദ്ദത്തിൽ പാകിസ്ഥാൻ എത്തിക്കാൻ സഹായിച്ചത് നമ്മുടെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ തന്നെയാണ്. പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായി പാകിസ്ഥാൻ ഇപ്പോഴും കാണുന്ന, പാകിസ്ഥാനെ ഏത് അടിയന്തര ഘട്ടത്തിലും സഹായിക്കാൻ ഓടിയെത്തുന്ന ചൈന, അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ ഏത് അടിയന്തര ഘട്ടത്തിലും സഹായിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുകയും പാകിസ്ഥാൻ വിശ്വസിക്കുകയും അങ്ങനെ തന്നെയാണ് മുൻകാലങ്ങളിൽ നടപടിക്രമങ്ങൾ നോക്കിയാലും ഉണ്ടാകുന്ന രാജ്യങ്ങൾ. UAE പോലുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ, അവിടുത്തെ രാജകുമാരൻ അടക്കമുള്ള വ്യക്തികൾ, ഇങ്ങനെയുള്ള ഇടപെടലുകൾ വലിയ തോതിൽ ഇത്തരമൊരു സമ്മർദ്ദത്തിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട്. ആ സമ്മർദ്ദം അതിജീവിക്കാൻ പാകിസ്ഥാൻ കണ്ടെത്തിയ എളുപ്പമാർഗ്ഗമാണ് ഇതിൽ നിന്നൊരു രാഷ്ട്രീയ നേട്ടം, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു നീക്കം, പ്രഖ്യാപനം. അതാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വലിയ ഒരു തോതിലുള്ള ഒരു നാടകീയമായ ഒരു പ്രഖ്യാപനം ഇമ്രാൻഖാൻ നടത്തിയത്. ഇമ്രാൻഖാൻ ആ നാടകീയ പ്രഖ്യാപനം നടത്തിയ രീതി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. പാർലമെന്റിൽ അദ്ദേഹം രണ്ട് കൈയുമെടുത്ത് ഇത് നമുക്കെന്തോ ഒരു വലിയ ഒരു സഹായം ചെയ്യുന്ന പോലെ നീട്ടി പ്രഖ്യാപിക്കുന്നു. ഞങ്ങളിതാ സമാധാനത്തിൻ്റെ ഒരു ആദ്യ പടി എന്ന നിലയ്ക്ക് ഈ വിംഗ് കമാൻഡറെ നമ്മൾ തിരിച്ചു നൽകുന്നു ഇന്ത്യക്കെന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തെ ഡെസ്കിൽ തട്ടി, രണ്ട് കൈകൊണ്ടും ഡെസ്കിൽ തട്ടി മുഴുവൻ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് വരുന്നു എന്ന ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നു. അല്പസമയത്തിനകം തന്നെ വിംഗ് കമാൻഡറെയും പുറത്തേക്ക് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പൂർത്തിയായി വരുന്നു. ഏതാണ്ട് 5:20 കൈമാറിയ അഭിനന്ദനെ അല്പസമയത്തിനകം പുറത്തെത്തും. കാത്തിരിക്കുകയാണ് ആയിരക്കണക്കിന് പേർ ഒരു നോക്ക് കാണാൻ ഇന്ത്യയുടെ വീരപുത്രനെ. സ്വന്തം മണ്ണിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകാൻ പാക് യുദ്ധവിമാനം തകർക്കുന്നതിനിടെ പിടിയിലായ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനുമായുള്ള സംഘമാണെന്ന് തോന്നുന്നു. ആ സംഘമാണ്. ഉദ്യോഗസ്ഥർ എന്തായാലും പുറത്തേക്ക് വരികയാണ്. കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയായി എന്ന് വേണം കരുതാൻ. അതിനുശേഷം വേഗത്തിൽ ഓടിച്ചു പോകുന്ന വാഹനങ്ങൾ കാണാം. വ്യോമസേന ഏതായാലും ഒരു വാർത്താ സമ്മേളനം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് കരുതാം. അഭിനന്ദൻ വർദ്ധമാനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കും എന്നും കരുതാം. ജനമൊക്കെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ. വലിയ ആശങ്കകൾക്കിടയിൽ വലിയ ആശങ്കകൾ സംഭവിച്ചിരുന്നു. അതിനിടയിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങൾക്കൊടുവിൽ പാകിസ്ഥാൻ കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു അഭിനന്ദനെ ഇന്ത്യക്ക്. ഒടുവിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 5:20 ഇന്ത്യൻ സംഘത്തിന് കൈമാറി. മാതാപിതാക്കളുണ്ടായിരുന്നു, വ്യോമസേനയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. മെഡിക്കൽ പരിശോധന ആദ്യം നടന്നു. അതിനുശേഷം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ എന്താണ് അവിടെ സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അറിയണം. അതിലുള്ള ശ്രമങ്ങളാണ് നടന്നത് എന്ന് വേണം കരുതാൻ. അകത്ത് നടന്ന ചർച്ചകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോഴും ഒരുക്കങ്ങളെല്ലാം പുറത്ത് പൂർത്തിയായി എന്ന് ഉണ്ണി നേരത്തെ പറഞ്ഞു. ഉണ്ണി ചേരുന്നു ഒരിക്കൽ കൂടി. ഉണ്ണി, ഇപ്പോൾ പുറത്തേക്ക് കുറേയധികം വാഹനങ്ങൾ പോകുന്നത് കണ്ടു. കാര്യങ്ങൾ ഈ ചർച്ചകളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുമൊക്കെ അവസാനിച്ചു എന്ന് വേണമോ കരുതാൻ? ഇതുവരെയും പറയാനായിട്ടില്ല രഞ്ജിത്ത്. കാരണം ഈ കഴിഞ്ഞ കുറേ നേരമായി ചില വാഹനങ്ങൾ അകത്തേക്ക് പോവുകയും വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ അരമണിക്കൂറിനിടെ 3-4 വാഹനങ്ങൾ അകത്തു നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അഭിനന്ദൻ എപ്പോൾ വരും, അഭിനന്ദനുമായുള്ള വാഹനം എപ്പോൾ വരും, ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടു കൂടി എപ്പോഴും ഇറങ്ങുമെന്ന കാര്യമാണ് അറിയേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ പ്രാഥമികമായ വിവരശേഖരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിനന്ദൻ എങ്ങനെ പാകിസ്ഥാൻ വിമാനം ആക്രമിച്ചപ്പോൾ പാകിസ്ഥാന്റെ വശത്തേക്ക് പോയി പാരച്യൂട്ടിൽ ഇറങ്ങി, ശേഷമുണ്ടായ സാഹചര്യങ്ങൾ, അവിടെ നിന്നും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പെരുമാറ്റം, എവിടത്തേക്കൊക്കെയാണ് പാകിസ്ഥാൻ സൈന്യം കൊണ്ടുപോയിരുന്നത്, അവരുടെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റമുണ്ടായ തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെയാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ അഭിനന്ദനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. ഏതായാലും പ്രത്യേക വിമാനമാണ് അമൃത്സറിൽ നിന്നും ഡൽഹിക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടിക്രമങ്ങളിലെ കാലതാമസമൊന്നും വിഷയമാകുന്നില്ല. എത്ര സമയം വേണമെങ്കിലും അവിടെ എടുക്കാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതേസമയം അഭിനന്ദന്റെ മാതാപിതാക്കൾ അവർ അമൃത്സർ വിമാനത്താവളത്തിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അവർ ഇങ്ങോട്ട് വന്നതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന കാര്യവും ഇതുവരെയും വ്യക്തമായിട്ടില്ല. അമൃത്സർ വിമാനത്താവളത്തിലാണെങ്കിൽ പോകുന്ന വഴി അമൃത്സറിൽ എത്തുമ്പോഴായിരിക്കും അവരെ കാണാൻ കഴിയുക. ഈ വിമാനത്തിൽ, പ്രത്യേക വിമാനത്തിൽ അവരും ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും എപ്പോൾ വേണമെങ്കിലും അഭിനന്ദൻ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ നടപടിക്രമങ്ങൾ എപ്പോൾ പൂർത്തിയാകുമെന്ന് എന്നാൽ ഒരു നിശ്ചയവുമില്ല.
തീർച്ചയായും രഞ്ജിത്ത് ഉണ്ണി പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത് ഒരു കണ്ടോൺമെന്റ് ഏരിയയാണ്. ഇവിടെ ഈ നമ്മളിപ്പോൾ കണ്ട പുറത്തേക്ക് പോയ ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ ഈ ചർച്ചകളുടെയോ ഈ നടപടിക്രമങ്ങളുടെയോ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആകണമെന്ന് പോലുമില്ല. കാരണം അവിടെ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ വലിയ അതിർത്തി രക്ഷാസേനയുടെ ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് അവരുടേതായ ചുമതലകളുണ്ട്. ആ ചുമതലകൾ വഹിച്ച ശേഷം അവർ മടങ്ങിപ്പോകാം. അവർ ഈ ചർച്ചകളുടെ എന്നും ഒരു പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ ആയിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉദ്യോഗസ്ഥരായിരിക്കില്ല. ഇത് നമ്മൾ കാത്തിരിക്കുക തന്നെയാണ്. നമ്മൾ കാത്തിരിക്കുന്നു. ഏത് നിമിഷവും ആ ഒരു ദൃശ്യം കാണാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ചില നീക്കങ്ങൾ ഈ കോൺവോയുടെ ഭാഗമായ കോൺവോയുടെ ചില നീക്കങ്ങൾ ഉണ്ടെന്നു. കോൺവോയ് ലൈനപ്പ് ചെയ്യുന്നു. അതിന് അങ്ങനെയുള്ള ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അവിടെ കോൺവോയുടെ ലൈറ്റുകൾ തെളിയുന്നു. കോൺവോയുടെ വാഹനങ്ങളുടെ ലൈറ്റുകൾ തെളിയുന്ന നടപടി പോലും ഉണ്ടായി. ഇത്തരത്തിൽ ചില നടപടികൾ നമ്മൾക്ക് പ്രേക്ഷകർക്ക് പകർന്നു നൽകാൻ പങ്കുവയ്ക്കാൻ പറ്റുന്ന ചില നടപടികൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് അപ്പോഴൊന്നും നമ്മൾ കാത്തിരിക്കുന്ന ആ വ്യക്തിയെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒന്ന് നമ്മുടെ മുന്നിൽ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി പോലെ നമ്മളെ കാണിച്ച് അദ്ദേഹത്തെ അമൃത്സറിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ ആ വാക്കുകൾ കേൾക്കാനുള്ള സൗകര്യം ലഭിച്ചില്ലെങ്കിൽ പോലും ഒന്ന് കാണാനുള്ളൊരു സൗകര്യം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അവിടെ ഈ കോൺവോയിലാകും അദ്ദേഹത്തെ കൊണ്ടുപോവുക. ഇവിടെ നിന്ന് വിംഗ് കമാൻഡറെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക. ഈ അഠാരി ബോർഡറിൽ നിന്നും കൊണ്ടുപോവുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുന്നു. ആ കോൺവോയുടെ ആദ്യ വാഹനം പൈലറ്റ് വാഹനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ പൈലറ്റ് വാഹനത്തിൻ്റെ മുകളിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞു. ജിപ്സി വാഹനമാണ് അത്. മാരുതി ജിപ്സി. പഞ്ചാബിൽ പൊതുവിൽ സൈന്യം ഉപയോഗിക്കുന്ന CRPF സൈന്യവുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ജിപ്സി. അത് ലൈനപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പിന്നിൽ ഒരു വാഹനമുണ്ട്. പച്ച നിറമാണ് ആ വാഹനത്തിനുള്ളത്. പച്ച നിറം പഠിച്ച ഈ വാഹനം. അതിന് പിന്നിൽ മറ്റൊരു വാഹനം കൂടിയുണ്ട്. ഇങ്ങനെ ഈ 3 വാഹനങ്ങളാണ് നേരത്തെ ഇവിടെ എത്തിയത് ഈ അഭിനന്ദനെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നതിനായി. ഈ 3 വാഹനങ്ങളിലാണ് ഈ പുറകിലുള്ള വാഹനത്തിലാണ് നമ്മുടെ 2 AVMസും എത്തിയത്. എയർ വൈസ് മാർഷൽമാർ എത്തിയത്. എയർ വൈസ് മാർഷൽ RGK കപൂറും ഒപ്പം തന്നെ മലയാളി കൂടിയായ ശ്രീകുമാരൻ പ്രഭാകരനും. ഇവർ ആണ് ഇദ്ദേഹത്തെ സ്വീകരിച്ചത്. ആ സ്വീകരിച്ച് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ ആണ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഇതിപ്പോൾ 5:20 എത്തി. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏത് നിമിഷവും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ദൃശ്യം നമ്മുടെ മുന്നിൽ എത്താനുള്ള സാധ്യത തന്നെയാണുള്ളത്. പ്രേക്ഷകരോട് നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. ഒരല്പം കൂടി കാത്തിരിക്കുക. ഏത് നിമിഷവും നമ്മുടെ മുന്നിൽ നമ്മൾ രാവിലെ മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നമ്മുടെ മുന്നിൽ എത്തും എന്ന് തന്നെയാണ്. ഇപ്പോൾ വാഹനങ്ങൾ ഏതാണ്ട് പുറപ്പെടാനുള്ള സമയമായി എന്ന് വേണം കരുതാൻ. കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അഭിനന്ദൻ വർത്തമാൻ പുറത്തേക്ക് വരും എന്ന് കരുതാം. വ്യോമസേനയുടെ വാർത്താ സമ്മേളനമുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെയും മാധ്യമങ്ങൾക്ക് സമീപത്തെത്തിക്കും, പൊതുജനങ്ങളെ കാണിക്കും. കാരണം അദ്ദേഹത്തെ കാണാൻ കാത്തിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഒരു വീരപുത്രനായി മാറിയ അഭിനന്ദനെ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേർ. അതിനായി രാവിലെ മുതൽ തന്നെ വാഗ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. അവർക്കൊക്കെ മുന്നിൽ അഭിനന്ദെത്തും. ഇന്ത്യൻ മണ്ണിൽ വീരപുത്രനായി അഭിനന്ദ് ഉജ്ജ്വല വരവേൽപ്പ് നൽകിയ ശേഷം ഇപ്പോൾ ജനങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കണം. ജനങ്ങളുടെ അഭിമാനത്തോടെ തങ്ങളുടെ വീരപുത്രൻ എന്ന് പറയുന്ന അഭിനന്ദ് അദ്ദേഹത്തിന് ജനങ്ങളെ കാട്ടിക്കൊടുക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളും ഇന്ന് ചെയ്യും എന്ന് കരുതാം. ഏതായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തും. ഇപ്പോൾ ഒരു വാഹനം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ കാണാം. അതൊരു കാറാണ്, പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ അല്പം വെളിച്ചം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് പൂർണ്ണമായും വെളിച്ചം മങ്ങുന്നതിൻ്റെ സൂചനകൾ. അവിടെ കൃത്യമായ സംവിധാനങ്ങൾ, ലൈറ്റും മറ്റു സംവിധാനങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് ഇരുട്ടുന്നു. വിൻ്റർ സീസണാണ്. അവിടെ ഇത്തരത്തിൽ വെളിച്ചം മങ്ങുന്നുണ്ട്. അപ്പോഴും കാര്യങ്ങൾ കുറച്ചുകൂടി ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറിനടുത്താകുന്നു അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയിട്ട്. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനും മറ്റുമുണ്ട്. ഉണ്ണി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് അവിടെ നിന്ന്. ഉണ്ണി, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കുറച്ച് വാഹനങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നത് കണ്ടു. അത് അവിടെയുള്ള സൈനികരുടെ വാഹനങ്ങളൊക്കെയാണ് എന്ന് വേണം കരുതാൻ. ഈ ചർച്ചകൾ, ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം എന്തെങ്കിലും ഈ പുറത്തേക്ക് വാഹനങ്ങൾ വരിക, ഈ കോൺവോയ് അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ പോകുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു തുടങ്ങിയോ അവിടെ?
ഈ കോൺവോയ് പോലെ ചില വാഹനങ്ങൾ പോകുന്നതാണ് കണ്ടത്. പക്ഷെ അതിൽ അഭിനന്ദൻ ഉണ്ട് എന്ന് കരുതാൻ കഴിയുന്നില്ല. കാരണം അവിടെ കൂടിയിരിക്കുന്ന സുരക്ഷാ സേനകളും ഒക്കെ തന്നെ ആ ഒരു സൂചനയാണ് നൽകുന്നത്. ഏതായാലും ഏത് നിമിഷവും അഭിനന്ദൻ പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. 5:20 അഭിനന്ദനെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയിരുന്നത്. ഇന്ത്യൻ മണ്ണിൽ അദ്ദേഹം എത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, വ്യോമസേനയുടെ 2 വൈസ് എയർ മാർഷൽമാരാണ് ഉള്ളത്. അവർ അഭിനന്ദനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭിനന്ദനോട് അവിടെ ഉണ്ടായിരിക്കുന്ന അനുഭവം അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എപ്പോൾ ഇറങ്ങുമെന്നതിൽ ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും പുറത്തേക്ക് ഇറങ്ങുക. നമ്മളെപ്പോലെ തന്നെ അവിടെ പുറത്ത് നിരവധി പേർ കാത്തിരിക്കുന്നുണ്ട്. പ്രേക്ഷകരെ പോലെ വളരെയധികം ആൾക്കാർ അവിടെ നേരിട്ട് രാവിലെ മുതൽ എത്തി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അവരൊക്കെ കാത്തിരിക്കുന്നത് അഭിനന്ദൻ എപ്പോൾ ഇറങ്ങുമെന്നത് പ്രതീക്ഷ തന്നെയാണ്. അവിടെ ചില വാഹന നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അഭിനന്ദന്റെ വാഹനങ്ങളാണോ അതെന്ന് അറിയേണ്ടതിരിക്കുന്നു. കാരണം കുറേ നേരമായി ചില വാഹനങ്ങൾ ഇടയ്ക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ സന്നാഹങ്ങൾ തന്നെ അവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് അകത്തായി കഴിഞ്ഞാലും പുറത്തായാലും ഒക്കെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ വാഗാ അതിർത്തിയിൽ ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കി തന്നെയാണ് അഭിനന്ദനെ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ അമൃത്സറിലേക്ക് കൊണ്ടുപോകാനും അവിടെ നിന്ന് ഡൽഹിയിലേക്ക് എത്തിക്കാനുമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിലെത്തി വിശദമായ പരിശോധനകൾ നടക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. പ്രതിരോധ മന്ത്രാലയം ഉദ്യോഗസ്ഥരും അതുതന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. ഇവിടെ വാഗയിൽ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹ്രസ്വമായ വാർത്താ സമ്മേളനമോ മാധ്യമ ബ്രീഫിംഗോ ഉണ്ടാകുമെന്ന സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. നേരം ഇരുട്ടും തോറും അതിനുള്ള സാധ്യതകൾ കുറയുകയാണ്. അവിടെ വലിയ സന്നാഹങ്ങൾ അത്ര കണ്ട് ഒരുക്കിയതായി കാണാനുമില്ല. ഇനിയിപ്പോൾ അഭിനന്ദൻ പുറത്തിറങ്ങി സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം മാധ്യമങ്ങൾക്ക് വേണ്ടി ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമുള്ള സാധ്യതയായും അത് ചുരുങ്ങിയേക്കാം. അങ്ങനെ ഒരു സാധ്യതയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കേവലം അകത്തു നിന്നും നേരെ വാഹനങ്ങളിൽ പുറത്തേക്ക് അമൃത്സറിലേക്ക് പോകാതെ. അത്തരത്തിലാണ് കാര്യങ്ങൾ അവിടെ പുരോഗമിക്കുന്നത്. ഏത് നിമിഷവും അഭിനന്ദനുമായുള്ള വാഹനവ്യൂഹം പുറത്തേക്ക് വരാം. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിനന്ദനെത്താം. സൈനിക ഉദ്യോഗസ്ഥരുടെ, വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അവർ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട്, പൊതുജനങ്ങളോട് വിശദീകരിക്കും. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അഭിനന്ദൻ പുറത്തെത്തും എന്ന് വിചാരിക്കാം. ഇപ്പോൾ വാഹനങ്ങൾ അവിടെ തന്നെ, ഈ കോൺവേയുള്ള വാഹനങ്ങൾ അവിടെ തന്നെ കിടക്കുകയാണ്. അത് മുന്നോട്ട് നീങ്ങുക. നേരത്തെ വാഹനത്തിൽ പ്രകാശം, ലൈറ്റൊക്കെ തെളിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനുണ്ടെന്നാണ് കരുതേണ്ടത്. അല്ലേ ശ്രീ? തീർച്ചയായും തീർച്ചയായും രഞ്ജിത്ത്, ഞാൻ പറയാൻ വന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഉണ്ണി ഈ വാർത്തയുടെ പിന്നിൽ തന്നെയാണ്. ഡൽഹിയിലെ കാലാവസ്ഥ തണുത്ത കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ എനർജിയും കുറഞ്ഞു വരുന്നു. അത് ഉണ്ണിക്കും ക്ഷീണം ബാധിക്കുന്നു. ഉണ്ണി ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അധികം നേരം വേണ്ടിവരില്ല. ഉണ്ണി കുറച്ചുകൂടെ ഒരു ആവേശത്തോടെ അതുവരെയും നമുക്ക് കുറച്ചുകൂടെ ഒരു ആവേശത്തോടെ ഈ ഒരു വാർത്ത പ്രേക്ഷകരിലെത്തിക്കാം. എന്തായാലും രഞ്ജിത്ത്, നമ്മൾ കാത്തിരിക്കുന്ന ഈ ദൃശ്യം ഈ വാഹനത്തിൽ തന്നെയാകും അഭിനന്ദനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. കാരണം നേരത്തെ AVMs, എയർ വൈസ് മാർഷൽമാർ എത്തിയത് ഈ വാഹനത്തിലായിരുന്നു. അവരാണ് അഭിനന്ദനെ സ്വീകരിക്കാൻ എത്തിയത്. കുറച്ച് ചില വാഹനങ്ങൾ ഇതിനിടയിൽ കൂടെ അല്പം മുമ്പ് കടന്നുപോയി. പക്ഷേ ഒരു അതിൽ അഭിനന്ദൻ ഉണ്ടായിരുന്നിട്ടില്ല എന്ന് പറയുന്നതിന് ഒരു കാരണം, അല്ലെങ്കിൽ അഭിനന്ദനെ ആ വാഹനങ്ങളിൽ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്നതിനുള്ള ഒരു കാരണം, അത്രമാത്രം ആകില്ല സുരക്ഷാ ക്രമീകരണം. ഇപ്പോൾ അഭിനന്ദനെ പോലെ ഒരു വ്യക്തിയെ ഈ അതിർത്തിയിൽ നിന്നും അമൃത്സർ വരെ എത്തിക്കുന്നതിന് അത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ ആകില്ല ഇന്ത്യ ഒരുക്കിയിട്ടുള്ളത്. അത് ഒരു പഴുതുകളില്ലാത്ത സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ആ കമാൻഡോകൾ അവിടെ കാത്തു നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അഭിനന്ദനെ അവിടെ ഈ വാഗാ അട്ടാരി ബോർഡറിൽ അതിർത്തിയിൽ നിന്ന് അമൃത്സറിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ്. അവരതൊരു ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ ഒരു ആവശ്യമായി ആണ് അവർ ഏറ്റെടുത്ത് അവിടെ എത്തി നിൽക്കുന്നത്. ആ ഒരു അത്ര ഒരു വികരോടെ തന്നെയാണ് അവരവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് നമ്മൾക്ക് നിൽക്കേണ്ടതും നമ്മൾ നിൽക്കുന്നതും. എന്തായാലും ഈ വാഹനവ്യൂഹം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആ വാഹനവ്യൂഹത്തിൽ ആ വാഹനങ്ങളിലൊന്നിലോ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിലോ ഈ കോൺവോയിൽ തന്നെയാകും അഭിനന്ദൻ
ഉണ്ടാവുക. വിംഗ് കമാൻഡർ ആ കോൺവോയിലൂടെ തന്നെയാകും അമൃത്സറിലേക്ക് പോവുക. എന്തായാലും നടപടിക്രമങ്ങൾ തന്നെയാണ് പൂർത്തിയാക്കേണ്ടതുള്ളത്. നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവിടെ പുരോഗമിക്കുന്നത്. പുറത്ത് അക്ഷമരായി ഇന്ന് രാവിലെ മുതൽ എത്തിയ ആളുകൾ കാത്തു നിൽക്കുന്നു. നമ്മളും കാത്തു നിൽക്കുന്നു. രാജ്യം കാത്തു നിൽക്കുന്നു. സുരക്ഷാ സൈനികർ കാത്തു നിൽക്കുന്നു. എന്തായാലും ആരെയും മനഃപൂർവ്വം കാത്തു നിർത്തേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം വൈകിപ്പിക്കേണ്ട കാര്യങ്ങളുമില്ല. നടപടിക്രമങ്ങളുടെ അത് പൂർത്തിയാക്കാൻ വേണ്ടി തന്നെയാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ വാതിലിലൂടെ അദ്ദേഹം വരാനുള്ള സാധ്യതകളുമുണ്ട്. നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തും ഈ എയർ വൈസ് മാർഷലർമാർക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തും എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ സമയം താമസിക്കും തോറും ആ ഒരു സാധ്യതയ്ക്ക് ഒരു പക്ഷേ ആ ഒരു സാധ്യത അടയാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒരു പക്ഷേ അമൃത്സറിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ എത്തിയ ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടേക്കാം. കാരണം സമയം വൈകുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ആശങ്ക ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. നേരത്തെ അതിനുള്ള ചില ശ്രമങ്ങൾ അവിടെ ചില നടപടിക്രമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ CRPFിൻ്റെയും മറ്റും ചിഹ്നങ്ങളുള്ള ചില ബാരിക്കേഡുകൾ ഒക്കെ അവിടെ കൊണ്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അഭിനന്ദനെ എത്തിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ച വിവരമായി ഡൽഹിയിൽ നിന്നും ഉണ്ണി നമ്മളോട് പങ്കുവച്ചതും പ്രേക്ഷകരോട് പങ്കുവച്ചതും. പക്ഷേ ഇപ്പോൾ ഇത്രയും വൈകുന്ന സാഹചര്യത്തിൽ അവിടെ കാഴ്ച മങ്ങുന്ന സാഹചര്യത്തിൽ, അവിടെ വെളിച്ചം കുറയുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ആ വാതിലിലൂടെ എത്തി ഈ വാഹനങ്ങളിലൊന്നിൽ കയറി അഭിനന്ദൻ പോകാനുള്ള സാധ്യതകളുമുണ്ട്. ഒരു പക്ഷേ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ മാധ്യമങ്ങളെ കൈവീശി കാണിക്കാനുള്ള നടപടി അവിടെ നിന്ന് തന്നെ ആ നടപടിക്രമം പൂർത്തിയാക്കി പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അങ്ങനെ ആകാതിരിക്കട്ടെ. നമ്മളുടെ മുന്നിൽ ഒരു നിമിഷമെങ്കിലും അദ്ദേഹം എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ നടക്കട്ടെ, ആ പ്രതീക്ഷ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ തുടരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന TV യിൽ കാണുന്ന ഈ ദൃശ്യം കാണുന്ന ആ വഴിയിലൂടെ തന്നെയാണ് അദ്ദേഹം എത്താനുള്ള സാധ്യതയുള്ളത്. ആ വഴിയിലൂടെ എത്തി അവിടെയുള്ള 2 വാഹനങ്ങളിൽ ഒന്നിൽ പച്ച നിറമടിച്ചുള്ള 2 വാഹനങ്ങൾ ഈ പൈലറ്റ് വാഹനത്തിന് പുറകിലുണ്ട്. ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥൻ, സുരക്ഷാ ഭടൻ നിൽക്കുന്ന ഈ വാഹനത്തിന് പിന്നിൽ 2 വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളിൽ ഒന്നിൽ കയറി പോകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. നേരത്തെ പോയ വാഹനങ്ങളിൽ എന്തായാലും അദ്ദേഹം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതീവ സുരക്ഷ വേണ്ട ഒരു യാത്രയാണിത്. പാകിസ്ഥാനിൻ്റെ പിടിയിൽ നിന്നും മോചിതനായി വരുന്ന നമ്മുടെ ഒരു ധീരപുത്രനെ അത്ര ഈ കൊണ്ടുപോകുന്നുള്ള സുരക്ഷ ഇത് മാത്രം പോരാ. കുറച്ചുകൂടി പിഴവുറ്റ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സുരക്ഷയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾക്ക് പ്രതീക്ഷിക്കാം, നമ്മൾക്ക് ഇനിയും അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരമുണ്ടാകും. അദ്ദേഹം വിംഗ് കമാൻഡർ നമ്മുടെ മുന്നിലൂടെ തന്നെ കടന്നു പോകും. അതിനുള്ള ഒരു സമയമാണ് ഇപ്പോൾ, അതിനുള്ള സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഏതാണ്ട് 1.25 മണിക്കൂർ പിന്നിടുന്നു. 5:22 ഇന്ത്യ കൈമാറിയത്. 1.25 മണിക്കൂർ പിന്നിടുന്നു. വെളിച്ചം മങ്ങുന്നു. നേരത്തെ ശ്രീകൾ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതകൾ ഏതാണ്ട് അടയുന്നു. അമൃത്സറിലോ ഡൽഹിയിലോ വെച്ച് അഭിനന്ദനെ മാധ്യമങ്ങളെ കാണിക്കാനും പൊതുജനങ്ങൾക്ക് കാണിക്കത്തക്ക രീതിയിലും ആയിരിക്കാം ഒരു പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ അവർ ആസൂത്രണം ചെയ്യുക. അതിനിടെ ഒരു ദുഃഖവാർത്തയായി പുറത്തു വരുന്നത് 4 സൈനികർ കൊല്ലപ്പെട്ടു. ഹരിദ്വാറിൽ, കശ്മീരിലെ ഹരിദ്വാർ സ്ഥലത്ത് 4 സൈനികർ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നു. 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അത്തരത്തിൽ രാവിലെ മുതൽ കശ്മീരിന്റെ പല ഭാഗങ്ങളിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഭീകരരുമായി. ഒപ്പം അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനവും തുടരുന്നുണ്ട്. ഷെല്ലാക്രമണമുണ്ട്, വെടിവെപ്പുണ്ട്, ഗ്രാമീണർക്ക് പരിക്കേറ്റ വാർത്തകളും പുറത്തു വന്നിരുന്നു. പഞ്ചാബിൽ പാക് ചാരനെന്ന് സംശയിക്കുന്ന ഒരാളെ പിടികൂടിയ വാർത്തയും ഉച്ചയ്ക്ക് ശേഷം പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ അശാന്തമാണ് ഇപ്പോഴും കാര്യങ്ങൾ. പാകിസ്ഥാൻ അഭിനന്ദനെ കൈമാറിയെങ്കിലും നേരത്തെ നമ്മുടെ നേതാക്കളൊക്കെ ആശങ്കപ്പെടുന്നത് പോലെ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി അവിടുത്തെ പട്ടാളത്തിൻ്റെ കയ്യിലെ കളിപ്പാവ മാത്രമായി മാറുന്ന സാഹചര്യമുണ്ട്. ഇമ്രാൻഖാന്റെ വാക്കിന് എത്ര വിശ്വാസ്യതയുണ്ട് എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾ പോലും ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും നമ്മുടെ ഭരണകൂടം ഇതിനെക്കുറിച്ചൊന്നും ഇമ്രാൻഖാനെ അവിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇമ്രാൻഖാന്റെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. സൈന്യത്തിൻ്റെ കയ്യിലാണ് നമുക്കറിയാം അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും. അവർ തീരുമാനിക്കും. അവർക്ക് വലിയ തിരിച്ചടി, കനത്ത തിരിച്ചടി കഴിഞ്ഞ ദിവസം ഇന്ത്യ നൽകിയിരുന്നു. സ്വാഭാവികമായും അതിൻ്റെ അനുരണനങ്ങൾ അതിർത്തിയിലുടനീളം ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരമായി വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നുണ്ട്, വെടിവെപ്പുണ്ടാകുന്നുണ്ട്, ഭീകരാക്രമണം ഉണ്ടാകുന്നുണ്ട്. ഭീകരരെ വീണ്ടും ഇന്ത്യൻ മണ്ണിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം എന്നോണമാണ് പല ഭാഗങ്ങളിലും ഏറ്റുമുട്ടൽ നടക്കുന്നത്. നമ്മുടെ 4 ജവാന്മാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നതും അതീവ ദുഃഖകരമായ വാർത്തയാണ്. ഒരു ഭാഗത്ത് അഭിനന്ദനെ പോലെ ശത്രുരാജ്യത്തിൻ്റെ പട്ടാളത്തിന് മുന്നിൽ
തലകുനിക്കാതെ അക്ഷോഭ്യനായി നിന്ന വിംഗ് കമാൻഡറുടെ ധൈര്യവും ധീരതയും ഒക്കെ പുറത്തു വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് വീണ്ടും സൈനികർ കൊല്ലപ്പെടുന്നു എന്ന രീതിയിലുള്ള ദുഃഖകരമായ വാർത്തകളും പുറത്തുവരുന്നു. വാഗാ അതിർത്തിയിൽ വ്യോമസേനയുടെ പ്രത്യേക സംഘമാണ് അഭിനന്ദനെ 5:22 സ്വീകരിച്ചത്. അഭിനന്ദന്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു എന്നും അവർ വിമാനത്താവളത്തിൽ തന്നെയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിലും സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്ക് വാഗാ അതിർത്തിയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ലെങ്കിലും പുറത്ത് വൻ ജനാവലി ഇപ്പോഴും അവിടെ കാത്തു നിൽക്കുകയാണ്. എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. രാവിലെ മുതൽ അഭിനന്ദ് ഓരോ നിമിഷവും എത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്ന വൻ ജനാവലി ഇപ്പോഴും അവിടെ തമ്പടി ചെയ്യുന്നു. രാജ്യമെമ്പാടും ആഘോഷിക്കുന്ന സാഹചര്യമുണ്ട്. അഭിനന്ദന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം അദ്ദേഹത്തെ അമൃത്സറിലേക്ക് കൊണ്ടുപോകും റോഡ് മാർഗം, അതിനുശേഷം വിമാനമാർഗം ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അഭിനന്ദനെ തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായി വാഗാ അതിർത്തിയിലെ പതാക ഇറക്കൽ ചടങ്ങ്, ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് റദ്ദാക്കിയിരുന്നു BSF. അത്തരത്തിൽ വലിയ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചാണ് അഭിനന്ദനെ ഇത്തരത്തിൽ അതിർത്തിയിൽ കൈമാറ്റത്തിൽ വാഗാ അതിർത്തിയിൽ അഭിനന്ദനെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണിൽ കാല് ഉറപ്പിക്കാൻ അഭിനന്ദന് കഴിഞ്ഞത്. ഇപ്പോൾ ഉണ്ണി ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉണ്ണി, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇപ്പോഴും അവിടെ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ അല്പം കൂടി താമസം ഉണ്ടാകുമെന്ന് വേണ്ടേ കരുതാൻ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കലടക്കം ഉദ്യോഗസ്ഥരുമായി ഉള്ള ആശയവിനിമയം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്ന് വേണ്ടേ കരുതാൻ? രഞ്ജിത്ത്, തീർച്ചയായും അക്കാര്യത്തിലുള്ള ഒരു ചെറിയ സൂചന പുറത്തു വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സമയത്തിനകം നടന്നിട്ടുള്ളത്. 5:20 അഭിനന്ദ് എത്തിയതിനു ശേഷം രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിശോധന. അവിടെ സൈനിക ഡോക്ടർമാരടക്കം എത്തിയിരുന്നു. ഇതിനകം തന്നെ അവരുടെ നേതൃത്വത്തിൽ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നടന്നിരിക്കുന്നത് ഡീബ്രീഫിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉന്നത വ്യോമസേനാ ഉദ്യോഗസ്ഥർ അവിടെ നടന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനിൽ അഭിനന്ദനുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ, അവിടെ വന്ന മോശം പെരുമാറ്റത്തിന്റെ സാഹചര്യങ്ങൾ, അവിടെ എങ്ങനെ എത്തിപ്പെട്ടു, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സൈനിക രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രാഥമിക ഡീബ്രീഫിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അത് പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ വൈദ്യപരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 5:20 മുതൽ ഇത്ര സമയം വരെ 1 മണിക്കൂറിലധികം സമയമാകുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ വൈദ്യപരിശോധന കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ അഭിനന്ദുമായി ഉന്നത വ്യോമസേന ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അത് എപ്പോൾ പൂർത്തിയാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. നമ്മൾ നേരത്തെ അനുമാനിച്ചതുപോലെ ആ രണ്ട് പ്രക്രിയയാണ് അവിടെ ഇപ്പോൾ വാഗാ അതിർത്തിയിൽ സൈനിക കേന്ദ്രത്തിനകത്ത് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്നും ചെറിയ മാറ്റം വന്നിരിക്കുന്നു. ഡൽഹിയിൽ ഡീബ്രീഫിംഗ് നടത്തുമെന്നതിൽ നിന്നും ഉപരിയായി ഇവിടെ തന്നെ പ്രാഥമികമായി വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഉന്നത വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതൊരു സ്വാഭാവികമായ നടപടിക്രമം കൂടിയാണ്. ഒപ്പം അഭിനന്ദനെ അവിടെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. പാകിസ്ഥാനിൽ അധികം പാരച്യൂട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും വലിയ മർദ്ദനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പിന്നീട് അവിടുത്തെ പ്രാദേശികമായി പാകിസ്ഥാനിൽ അവിടെ ചികിത്സ നൽകിയിരുന്നു എന്നാണ് പാക് സൈന്യം പറഞ്ഞത്. പിന്നീട് പാക് സൈന്യം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് മുറിവിന്റെ അടയാളങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള നിരവധി പരിക്കുകൾ അദ്ദേഹത്തിന് ആ മർദ്ദനത്തിൽ ഏറ്റിട്ടുണ്ടാകും. വലിയ രീതിയിലുള്ള മർദ്ദനം തന്നെയാണ് ഏറ്റതെന്ന് അവിടുത്തെ പാക് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് പലതരത്തിലുള്ള വൈദ്യ പരിശോധനകളും നടത്തേണ്ടി വരും. ആ പരിശോധന പൂർത്തിയായതിനു ശേഷമായിരിക്കും അവിടെ നിന്നും ഇപ്പോൾ അമൃത്സറിലേക്ക് മടങ്ങാനുള്ള നടപടികൾ പൂർത്തിയാക്കുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ആൾക്കാർ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അഭിനന്ദ് എപ്പോൾ പുറത്തിറങ്ങും അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിനുമൊക്കെയായി. ഒപ്പം തന്നെ അതിർത്തിയിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. രഞ്ജിത്ത്, ഈ ഘട്ടത്തിൽ അതിർത്തിയിലെ 3 സെക്ടറുകളിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നു. കൃഷ്ണഘട്ടിയും മെന്താറും അടക്കമുള്ള മേഖലകളിലാണ് പാകിസ്ഥാൻ 6 മണിയോടുകൂടി വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നത്. അതായത് അഭിനന്ദ് ഇന്ത്യയിലേക്ക് കാലെടുത്തു വച്ചതിന് പിന്നാലെ വെടിനിർത്തൽ കരാർ ലംഘനം വീണ്ടും ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്. 5:15 പൂഞ്ച് സെക്ടറിൽ വെടിനിർത്തൽ കരാർ രജോരി സെക്ടറിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു പാകിസ്ഥാൻ. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു ദുഃഖവാർത്ത പുറത്തു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹന്ദ്വാരയിൽ രാവിലെ ഉണ്ടായിരിക്കുന്ന ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു, 8 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ പ്രകോപനങ്ങൾ തുടരുന്നുണ്ട്. മറ്റൊരു തരത്തിൽ ഇവിടെ ഇമ്രാൻഖാൻ പറഞ്ഞതുപോലെ സമാധാനത്തിനുള്ള ചർച്ചകൾ തുടരാമെന്ന് പറയുമ്പോഴും മറ്റൊരു തരത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനം അതിർത്തിയിൽ തുടരുക തന്നെയാണ്. ഭീകര സംഘടനകളുടെ ഭാഗത്തു നിന്ന് അവരെ തുരത്താനുള്ള നീക്കം സൈന്യം തുടരുമ്പോൾ സൈന്യത്തിനും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അഭിനന്ദൻ വർത്തമാൻ പുറത്തേക്കെത്തും എന്ന് കരുതാം. നമുക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണാൻ സാധിക്കും എന്ന് കരുതാം. നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ
നാട്ടുകാരുടെ മർദ്ദനമേറ്റിരുന്നു, ചോരയൊലിപ്പിച്ച മുഖമായിരുന്നു, അതിനുശേഷം സൈന്യം അവിടെ ചികിത്സ നൽകിയെന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക്. അതടക്കം നടക്കുകയാണ്. ഇവിടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ കാലതാമസമാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം പുറത്തിറങ്ങും എന്ന് തന്നെ വേണം കരുതാൻ. വ്യോമസേനയുടെ പ്രത്യേക സംഘമാണ് വാഗ അതിർത്തിയിൽ 5:22 അഭിനന്ദൻ വർദ്ധമാനെ സ്വീകരിച്ചിരുന്നത്. വാഗ അതിർത്തിയിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. പക്ഷേ അതിന് പുറത്ത് ജനങ്ങൾ കാത്തിരിപ്പുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കാത്തിരിക്കുന്നു. രാജ്യമെമ്പാടും കോടിക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കുന്നു അഭിനന്ദന്റെ കാര്യങ്ങൾ അറിയാൻ, മനസ്സിലാക്കാൻ. ഭാരതത്തിന്റെ വീരപുത്രനായി ശത്രുരാജ്യത്തെ പട്ടാളത്തിന് മുന്നിൽ തലകുലിക്കാതെ അക്ഷോഭ്യനായി നിന്ന വീരപുത്രൻ അഭിനന്ദ് വർദ്ധമാനെ കാണാൻ രഞ്ജിത്ത്, അവിടെ ചെറിയ തോതിൽ മഴ കൂടി മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്, ചെറിയ തോതിൽ മഴ ചാറുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനും പറ്റും. കുട നിവർത്തി കുട പിടിച്ച് മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ഈ വിംഗ് കമാൻഡർ ഒരു നോക്ക് കാണാൻ രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന നാട്ടുകാരും അവരും കുട പിടിച്ച് മഴയെ അവഗണിച്ച്, കുടയുള്ളവർ അത് പിടിച്ച്, ഇല്ലാത്തവർ മഴ നനഞ്ഞുകൊണ്ട് തന്നെ കാത്തു നിൽക്കുന്നു. വടക്കേന്ത്യയിൽ ഇപ്പോൾ ശൈത്യകാലത്തിൻ്റെ അവസാന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ശൈത്യം കൂടും. മഴ നനഞ്ഞാൽ തണുത്ത മഴയാണ് പെയ്യുക. വളരെ തണുപ്പ് കൂടുന്ന ഒരവസ്ഥയുണ്ടാകും. എങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ കാത്തിരിപ്പ് തുടരുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത്, നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഈ വിംഗ് കമാൻഡർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച സമയം തൊട്ട്, അതായത് ഇന്ത്യയിലേക്ക് കാലെടുത്ത് വെച്ച സമയം തൊട്ട് അതിർത്തിയിലെ പല ഭാഗങ്ങളിലും തുടർച്ചയായിട്ടുള്ള വെടിവെപ്പ് ഉണ്ടാകുന്നു എന്നുള്ള സാധനം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളത് കാണാതെ പോകാതിരിക്കാനുള്ള കാര്യമാണ്. കാരണം അതൊരു നമ്മുടെ വിംഗ് കമാൻഡറെ മടക്കി നൽകുന്നതിനൊപ്പം തന്നെ പാകിസ്ഥാൻ അതിൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു നടപടി കൂടിയാണ് അത്. വിട്ടുവീഴ്ച ഞങ്ങൾ വിട്ടുതന്നു നിങ്ങളുടെ വിംഗ് കമാൻഡറെ, പക്ഷേ ഞങ്ങളുടെ നിലപാടിൽ, ഞങ്ങളുടെ ശൗര്യത്തിൽ യാതൊരു മാറ്റവുമില്ല, ഞങ്ങൾ ആ പഴയ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത് എന്നുകൂടി വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന കൂടി നൽകുന്ന ഒരു നടപടി കൂടിയായി അത്. സമാധാനത്തിന് വേണ്ടി, സമാധാനത്തിൻ്റെ ആദ്യപടിയായി, ആദ്യ ചുവടുവെപ്പായി ഇന്നലെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞ കാര്യം അത് മറികടന്നുകൊണ്ട് ഒരു നടപടി ആ ഭാഗത്തു നിന്നും ഉണ്ടാകും. തന്നെയാണ് കാര്യങ്ങൾ. ഡോക്ടർ ജോസൂട്ടി, നയതന്ത്ര വിദഗ്ധർ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസൂട്ടി, ഏതായാലും നമ്മുടെ ധീരജവാനെ നമുക്ക് തിരികെ ലഭിച്ചു കഴിഞ്ഞു. അപ്പോഴും അതിർത്തിയിൽ അശാന്തി തുടരുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സ്ഥിരമായ പ്രകോപനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷെല്ലാക്രമണം ഉണ്ടാകുന്നു. ഒപ്പം ഭീകരരുമായ ഏറ്റുമുട്ടലിൽ 4 നമ്മുടെ ജവാന്മാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നു. ഈ സമാധാനമെന്ന് ഇമ്രാൻഖാൻ ആവർത്തിച്ച് പറയുമ്പോഴും അതിന് സൈന്യം സമ്മതിക്കാത്തൊരവസ്ഥയാണോ അവിടെ? അതിന് ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഇത്തരത്തിൽ നമ്മുടെ സൈനികനെ വിട്ടുതരുവാൻ പാകിസ്ഥാൻ നിർബന്ധിതമായ ഒരു സാഹചര്യമുണ്ട്. അത് ഉയർന്ന തലങ്ങളിൽ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ വിട്ടുതന്നിരിക്കുന്നത്. എന്നാൽ അതേ സമാധാനത്തിന്റെ ആ ഒരു സന്ദേശം അതിർത്തിയിൽ ചെല്ലുവാൻ ഇനിയും സമയമെടുക്കും. കാരണം അതിർത്തിയിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നടക്കുന്ന സംഭവങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ 2 പക്ഷത്തെയും വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നു, അതിൽ വെടിവെപ്പ് നടക്കുന്നു, ബോംബുകൾ വർഷിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന്റെ മാനസികാവസ്ഥയിലാണ് ഈ സംഘർഷ അതിർത്തിയിലുള്ള ഭടന്മാരും സൈന്യവും ഒക്കെ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ആ ഒരു പിരിമുറുക്കത്തിന് അയവ് വന്നിട്ടില്ല ഈ ഉയർന്ന തലങ്ങളിലെ സമാധാന ശ്രമങ്ങളും വിട്ടുനൽകലും ഒക്കെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. മാത്രവുമല്ല, മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സങ്കീർണമായ പ്രശ്നത്തിന്റെ ആ ശത്രുതയുടെ തോത് അത് എത്രമാത്രം അകലെയാണ് നമ്മൾ ഇരു രാജ്യങ്ങളും നിൽക്കുന്നത്, ഓരോ വിഷയങ്ങളിലും നമ്മൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എത്ര വലുതാണ്, എത്ര സംഘർഷപൂരിതമാണ് ഈ പ്രത്യേക സാഹചര്യത്തിലുള്ള ബന്ധം എന്നുകൂടി കാണിക്കുന്നതാണ് ഈ അതിർത്തിയിലെ സംഘർഷങ്ങളും നിർത്താത്ത വെടിയൊച്ചകളും വെടികളും നാശനഷ്ടങ്ങളും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിൽ ഇപ്പോ നമുക്ക് നമ്മുടെ സൈനികനെ തിരിച്ചു കിട്ടിയെങ്കിലും ആ പ്രശ്നത്തിന്റെ രൂക്ഷാവസ്ഥയിൽ കുറവുകളൊന്നും വന്നിട്ടില്ല. അത്രത്തോളം സങ്കീർണമായ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുവാനുള്ള ഒരു ചുവടുവെപ്പായി നമുക്ക് കാണാമെങ്കിലും അത് താൽക്കാലിക സംഘർഷത്തിന് അയവ് വരുന്നതിനപ്പുറത്ത് ഈ പ്രശ്നത്തെ സ്ഥിരമായ ഒരു പരിഹാരത്തിലോ അതിർത്തിയിൽ സ്ഥിരമായ സമാധാനത്തിനോ ഉടനെ സാധ്യതകളില്ല എന്ന സൂചനയാണ് ഈ സംഘർഷം നിലനിൽക്കുന്നതിന്, സംഘർഷാവസ്ഥ കാണിക്കുന്നത്. അതിന് കുറച്ചുകൂടി സമയമെടുക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. വിവിധ തലങ്ങളിലുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു ആകെത്തുകയായിട്ട് ഈ സംഘർഷാവസ്ഥയെ നമുക്ക് കാണാവുന്നതാണ്. ഒപ്പം ഈ കൈമാറിയ ശേഷം, ഈ ധീര ഭടനെ വൈമാനികനെ കൈമാറിയ ശേഷം
നടപടിക്രമങ്ങൾ വൈകുകയാണ് പുറത്തേക്ക് എത്തിക്കാൻ. അത് അവിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് സാധാരണമല്ലാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ നടപടിക്രമങ്ങൾ എന്നതിനപ്പുറം മറ്റെന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകും അവിടെ? താങ്കൾക്ക് ഈ മേഖലയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണല്ലോ. സ്വാഭാവികമായിട്ടും ഈ നമ്മൾ ഉച്ചയോടുകൂടി എത്തുമെന്നൊക്കെ അറിയിച്ചിരുന്നുവെങ്കിലും ഇങ്ങനെയുള്ളൊരു കൈമാറ്റം നടക്കുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും ചില കാര്യങ്ങളിലെങ്കിലുമൊക്കെ ഒരു സമന്വയത്തിൽ, ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്താനുള്ള ശ്രമങ്ങൾ നടക്കും. അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള വിട്ടുവീഴ്ചകളും നീക്കുപോക്കുകളും ഒക്കെ തന്നെ ഇതിനോടൊപ്പം നടക്കേണ്ടതുണ്ട്. അപ്പം അതൊരു വശത്ത്. മറിച്ച് ഇങ്ങനെ ഒരാളെ കൈമാറുമ്പോൾ വളരെയധികം നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അവർ കൈമാറണം. ഇത്തരം കാര്യങ്ങളിൽ സാധാരണ ജനീവ കരാർ പ്രകാരം മീഡിയേറ്ററായി പ്രവർത്തിക്കുന്ന റെഡ് ക്രോസ് ആണ്. അപ്പൊ അവർക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള സൈനികന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതുപോലെ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു മെഡിക്കൽ സംഘവും മറ്റുമൊക്കെ എന്തായാലും ആ പ്രദേശത്ത് ഉണ്ടാകാനായിട്ടുള്ള അവിടെ ഒരു മൊബൈൽ സെറ്റപ്പിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളിലൊക്കെ വൈദ്യ പരിശോധനയും കാര്യങ്ങളും ഒക്കെ അവിടെ പരിശോധിച്ച് സ്ഥിതി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമ്മൾ ചില വീഡിയോ ക്ലിപ്പിംഗ്സിലൂടെ മാത്രമേ അത് മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായി സംസാരിക്കുവാനുള്ള ആരോഗ്യമുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് നമ്മൾ അവിടുന്ന് നമ്മൾ നമ്മുടെ പഠനം ഏറ്റെടുക്കുമ്പോൾ ഏത് അവസ്ഥയിലാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഫോർമാലിറ്റികൾ, ഡോക്യുമെന്റേഷൻ ഒക്കെ നടക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ എടുക്കുന്ന സ്വാഭാവികമായ താമസമുണ്ട്. പിന്നെ വലിയ സുരക്ഷാ ക്രമീകരണത്തിൽ മാത്രമേ ഇത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പം കൈമാറുന്നതെന്ന് പറഞ്ഞാൽ ലളിതമല്ല. കാരണം ഇത് ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി വിരുദ്ധ ശക്തികളും മറ്റുമൊക്കെ അവിടെ ഉണ്ടാകും. അവിടെയൊക്കെ ഉള്ള ഒരു സമ്മർദ്ദം ഈ കാര്യത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് കൂടുതലായി താമസിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് അഭിനന്ദന് നാട്ടുകാരുടെ മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു, ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന അഭിനന്ദൻ. അതിനുശേഷം സൈന്യം പാകിസ്ഥാൻ പറഞ്ഞത് തങ്ങൾ കൊണ്ടുപോയി ചികിത്സ കൊടുത്തു, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലുള്ള പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. നമുക്കറിയാം ജനീവ കരാറൊക്കെ ഉണ്ട് അവിടെ. അപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഒരു കാര്യം, നീതി അല്ലെങ്കിൽ മാന്യമായ പെരുമാറ്റം പ്രതീക്ഷിക്കാമോ? സാഹചര്യങ്ങൾ, സംഘർഷങ്ങൾ ഇത്രയധികം വഷളായ സ്ഥിതിക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും പാകിസ്ഥാൻ അത്രയെല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമ്മൾ അഭിനന്ദനോട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജനീവ കരാർ പ്രകാരം ഇവർ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങളും മര്യാദയും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ മറ്റ് സൗകര്യങ്ങള്, അദ്ദേഹത്തിന് ജനീവ കരാർ പ്രകാരം അവിടെ പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങൾ വരെ ഇത്തരത്തിലുള്ള ഒരു പ്രിസണർക്ക്, പിടിക്കപ്പെടുന്ന ഒരു പഠനം ചെയ്തു കൊടുക്കണമെന്നുള്ള വലിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതൊക്കെ എത്രമാത്രം പ്രായോഗികമായിട്ട് പാകിസ്ഥാൻ പാലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെടുത്തിട്ടുള്ള നടപടികൾ എന്താണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിലെ ഒരു വിഭാഗത്തിന് ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് അവരെ സംതൃപ്തിപ്പെടുത്തുവാൻ അതിർത്തിയിൽ സംഘർഷപൂരിതമായൊരു സാഹചര്യം നിലനിർത്താൻ അവർ തന്നെ ശ്രമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതൊക്കെ കൊണ്ടുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വർദ്ധിക്കുന്ന സംഘർഷാവസ്ഥ വെടിവെപ്പിന്റെ രൂപത്തിലാണെങ്കിൽ കൂടി അതിർത്തിയിലുള്ളത്. നന്ദി ഡോക്ടർ ജോസൂട്ടി, ഈ അവസരത്തിൽ താങ്കളുടെ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയതിന്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും, വിംഗ് കമാൻഡറെ കൊണ്ടുവരും എന്നറിയാൻ സാധിക്കുന്നു. അതിനുള്ള കാര്യങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. അഭിനന്ദൻ വർത്തമാൻ ഏതായാലും ഇന്ത്യയിലെത്തി എന്ന ആശ്വാസ വാർത്തയാണ് ഈ മണിക്കൂറിൽ നൽകാനുള്ളത്. വാഗ അതിർത്തിയിലൂടെ ഇന്ത്യയിലെത്തിച്ചു അഭിനന്ദൻ വർത്തമാനെ.